അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇത് കണ്ടോ, ചീര നമ്മൾ നല്ല കുനുകുനാന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു തോരനാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. നമ്മുടെ നാടൻ റെസിപ്പിയാണ്. അത് തന്നെ. അപ്പോൾ ഇതുണ്ടല്ലോ, 2 ടൈപ്പ് ചീരയുണ്ട്, ചുമപ്പുണ്ട്, പച്ചയുണ്ട്. നമുക്കിവിടെ ഇങ്ങനെയാണ് കിട്ടുന്നത്, ചുമലയും പച്ചയും കൂടെ മിക്സ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇതിന് നമുക്കറിയാമല്ലോ, ഇത് രണ്ടും ഏകദേശം ഒരേ രീതിയിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മള് നാടൻ രീതിയിലാണ് നമ്മള് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ചെറിയ ഇളം തണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇല കൂടെ മിക്സ് ചെയ്ത് നമ്മളെല്ലാം കൂടെ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിക്കകത്താണ് നമ്മുടെ പരിപാടി. അപ്പൊ നമ്മള് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറക്കണം, അതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചത് ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് കടുക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി കടുകിന്റെ കൂടെ തന്നെ നമുക്ക് ഇടാനുള്ളതാണ് നമ്മുടെ കറിവേപ്പിലയുണ്ട്, ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതുണ്ട്, 2 വറ്റൽമുളകുണ്ട്. അപ്പൊ വറ്റൽമുളക് പൊട്ടിച്ച് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഈ വറ്റൽമുളക് ഉണ്ടല്ലോ, എപ്പോഴും ഇടുമ്പോഴും ഒന്ന് പൊട്ടിച്ചിട്ട് മാത്രം ഇടുക. എന്നിട്ട് നമുക്ക് ബാക്കി സാധനം കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇതൊന്ന് ഇളക്കി കൊടുക്കുക. 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അത് റെഡിയാവും. നമ്മുടെ കടുകെല്ലാം പൊട്ടി നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ കുത്തരി അരി. ഇതിപ്പോൾ ഈ അരിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് മറ്റേ നമ്മുടെ എന്തുണ്ടല്ലോ, ചെറുപയർ പരിപ്പോ അല്ലെങ്കിൽ ഉഴുന്ന പരിപ്പോ ഇങ്ങനെ എന്ത് സാധനം വേണേലും ചേർക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ നമ്മൾ അരിയാണ്. പണ്ടൊക്കെ അമ്മമാരൊക്കെ ഇത് ഉണ്ടാക്കുമ്പോഴേ ഇച്ചിരി അരി പെട്ടെന്ന് വാരി ഇതിൻ്റെ അകത്തോട്ട് ഇടും. അപ്പോൾ ഈ കടുകിൻ്റെ കൂടെ തന്നെ ഇത് ഒന്ന് മൂത്ത് കിട്ടണം. നമ്മൾ ഈ തോരൻ കഴിക്കുമ്പോൾ ഇതിങ്ങനെ ചെറിയതായിട്ട് കടിക്കും. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഈ എന്താ പറയുക, പണ്ട് കാലത്തെ നമ്മുടെ അമ്മമാരുടെ ഒരു അവരുടെ ഒരു ഞുണുക്ക് പരിപാടിയാണ്, റെസിപ്പിയാണിത്. പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് അപാരം. ഇപ്പൊ എല്ലായിടത്തും അരി കാണുമല്ലോ, അപ്പൊ പെട്ടെന്ന് അരി വാരി ഇടും. അതന്നെ, പെട്ടെന്ന് ഇച്ചിരി അരി വാരി ഈ എണ്ണക്കകത്തോട്ടിടും. കടുകിന്റെ കൂടെ തന്നെ അതൊന്ന് മൂത്തിടും. എന്നിട്ടൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാടൊക്കെ മൂത്ത് പോകണ്ട, ഒരു മീഡിയം, നല്ല കടിക്കാൻ പറ്റുന്ന രീതി, നല്ല ഇങ്ങനെ ക്രിസ്പി ആയി കിട്ടുന്ന അത്ര വരെ നമുക്കിത് വറുത്തെടുക്കണം. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ കൂടെ അരയ്ക്കാനായിട്ട് നമ്മൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഒരു നുള്ള് നമ്മുടെ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മഞ്ഞളും മുളക് പൊടി നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് പൊട്ടുന്ന ഒച്ച നമുക്ക് കേൾക്കാം. തീ നന്നായിട്ട് കുറഞ്ഞിരിക്കും. ഇപ്പം നമ്മുടെ അരി പൊട്ടുന്ന സൗണ്ട് കേൾക്കാം. അപ്പം ഈ സമയത്ത് തന്നെ നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയാണ്. അല്ലെങ്കിൽ പിന്നെ അരി എല്ലാം കൂടെ പൊരിയാണ്. കൂടുതൽ മൂത്ത് കഴിഞ്ഞാല് അത് പൊരിഞ്ഞു പോകും. ഇനി അതൊന്നും കൂടെ ആവും. നമുക്കുണ്ടല്ലോ, ഉപ്പിടുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് അവിഞ്ഞതിന് ശേഷം ഉപ്പിടുന്നതായിരിക്കും ഏറ്റവും നല്ല. നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി കണ്ടിട്ട് പെട്ടെന്ന് നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞാലല്ലോ, ഇലയുടെ ഒരു പ്രത്യേകത. അങ്ങനെ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പൊ അത് കാരണം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അത് അടച്ചു വെച്ച് തീയില് അടച്ചു വെച്ച് ഒന്ന് വെന്തതിന് ശേഷം വേണം നമുക്ക് അരപ്പം ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഉപ്പ് കൊടുത്ത്. അപ്പൊ ഈ അരപ്പുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് വെച്ചാൽ മതി. ചെറിയൊരു അമ്മിക്കല്ലി ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. വലിയ അരഞ്ഞങ്ങ് വെള്ളം പരിപാടി. അപ്പൊ അതൊന്ന് റെഡിയാക്കിക്കൊണ്ട് വരാം. അപ്പൊ ആ സമയം കൊണ്ട് ഇവനും ഒന്ന് റെഡിയാവും. നമ്മളത് അതിൻ്റെ അകത്ത് ചേർക്കാനുള്ള കൂട്ടല്ല നമ്മളത് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചതച്ചെടുത്തിട്ടുണ്ട്. ആ കല്ലും കൂടെ കഴുകിയത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ആദ്യം നിറഞ്ഞിരുന്നാണ്. അപ്പം ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം നമ്മളിപ്പോൾ ഇളക്കത്തില്ല, ഇളക്കാതെ ഇത് മൂടി വെക്കണം. കാരണം നമുക്ക് ഈ മസാല എല്ലാം ഒന്ന്
ഇതിനോടൊന്ന് യോജിച്ച് കിട്ടണം. അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് ഇത് കണ്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കൊന്നുകൂടെ അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഇനി നന്നായിട്ട് വെന്തതിന് ശേഷം വേണം നമുക്കിത് തുറക്കാൻ. അപ്പോൾ ഇവനിരുന്ന് റെഡിയാവട്ടെ. 5 മിനിറ്റ് അത്ര മതി, കൂടുതൽ സമയമൊന്നും വേണ്ട. ഇതെല്ലാം കൂടെ റെഡിയാവാനും എല്ലാത്തിനും കൂടെ 5 മിനിറ്റ് മതി. പക്ഷേ ഇത് അരിഞ്ഞെടുക്കാനാണ് ഇച്ചിരി വൃത്തിയാക്കി നമ്മളൊന്ന് മറ്റേ ചിലപ്പോൾ പുഴുക്കള എന്തൊക്കെയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് നീക്കി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുന്ന ഒരു ഇച്ചിരി താമസം. കറി റെഡിയാക്കാം. അപ്പോൾ ഇത് അവിടെ ഇരിക്കട്ടെ. ഇത് നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൂട്ടി എല്ലാം റെഡിയാക്കി എടുക്കാം. നമുക്കത് ഇനി ഒന്ന് തുറന്നൊന്ന് നോക്കാം. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പരിപാടി ആയിരിക്കും. ഇലക്കറികൾ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഉള്ള മണമുണ്ട്, അത് പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു. ഇവിടുത്തെ പ്രത്യേകത തന്നെ മിക്ക ദിവസം അവരുടെ എല്ലാ ദിവസവും ഇവര് കഴിക്കുന്ന ഒരു സാധനമായി ഇലക്കറികളും എന്തെങ്കിലുമൊക്കെ ഇല. നമ്മുടെ പാലക്ക് അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ഉലുവയില്ലേ, ഉലുവയുടെ ഇല, പിന്നെ എന്തൊക്കെ കുറെ സാധനങ്ങൾ നമ്മൾ മല്ലിയുടെ ഇല, പിന്നെ എല്ലാ കറിക്കകത്തും ഉണ്ട്. ഒരുപാട് ടൈപ്പ് വെറൈറ്റി ഇലകൾ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. പിന്നെ ഈ നമ്മൾ പയറുവർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ചത് അത് കിട്ടും. അങ്ങനെ എന്ത് നമുക്ക് നമ്മുടെ ജന്മത്തിൽ കാണാത്ത സാധനങ്ങളൊക്കെ പിന്നെ നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പെല്ലാം കറക്റ്റാണ്, എരി കറക്റ്റാണ്, പിന്നെ വേവ് എല്ലാം കറക്റ്റാണ്. അടച്ചു വെക്കാം. ഒരു മിനിറ്റോടെ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അത് സെറ്റാവും. അപ്പം ചീര മിക്കവാറും നമ്മുടെ നാട്ടിലും നാട്ടിൻപുറത്തൊക്കെ എല്ലാ വീടുകളിലും കാണും. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ചീര നമ്മുടെ വീട്ടിൽ തന്നെ കാണും. അപ്പം ഈ പണ്ടത്തെ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ സ്വല്പം അരിയൊക്കെ വറുത്ത് ചേർത്ത് ഒന്ന് തോരൻ വെച്ച് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം അസാധ്യ ടേസ്റ്റാണ് സംഭവം. പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ഒരു നേരം ഡെയിലി നമ്മൾ ഇലക്കറി കഴിച്ചു കഴിഞ്ഞാൽ അത്ര ഗുണം കിട്ടുന്നത് ചൂടായിട്ട് ചൂടിന്റെ റിഫ്ലക്ഷനാണ്. അപ്പം നമ്മുടെ ചീരത്തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി ചേർക്കണം. ഈ ചീരത്തോരൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചീരത്തോരനൊക്കെ വെച്ച് കഴിച്ച് എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. അപ്പം മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.